നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു വഴക്കുണ്ടായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്. ആ ബ്രേക്കപ്പ് ഉണ്ടായത് ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ, ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതാണ് ഇന്ന് അറിയാൻ സാധിക്കുന്നത് ഈ റീഡിങ്ങിലൂടെ. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വേറൊരു റിലേഷൻഷിപ്പ് ആവണമെന്ന് മാത്രമില്ല, വേറൊരു റിലേഷൻഷിപ്പ് ആവണമെന്ന് നിർബന്ധമില്ല. അത് ചിലപ്പം റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരാവാം. ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരും ആവാം. നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാവാൻ റീസൺ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയാണോ അതിനെ നമുക്ക് ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് നോക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം അതെന്തോ ആവട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം കിട്ടുന്നില്ല, നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്, ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടായത്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി കൊണ്ടിട്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടായത് എന്നൊക്കെയാണെങ്കിലും തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകാനും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹം ലഭിക്കുവാനും നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള പരിഹാരം ചെയ്തു തരുന്നതാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ്, കരിയർ ബ്രേസ്ലെറ്റ്, മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്. ഇതെല്ലാം നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് പൂജിച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഇപ്പോൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ഒന്ന് നേരെ ചൊവ്വേ ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആവശ്യമുള്ളവർ ഒന്ന് കമൻസ് ആയിട്ട് ഇടുക കേട്ടോ. അത്യാവശ്യം കുറച്ച് പേര് അങ്ങനെ വില്ലിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ഹീലിങ്ങിൻ്റെ ക്ലാസ് എടുത്തു തരാം. ഒന്നെങ്കിൽ കമൻ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് മെസ്സേജ് ആയിട്ട് ഇടുക കേട്ടോ. നമുക്കിനി റീഡിംഗ് നോക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് നോക്കാം. ദ ഡെത്ത് കാർഡ്, 5 ഓഫ് വാൻസ്, 4 ഓഫ് പെൻഡക്കിൾസ്, 9 ഓഫ് സോർഡ്സ്, 6 ഓഫ് കപ്സ്, 2 ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, 2 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, ദ ഫൂൾ കാർഡ്. നമുക്ക് റീഡിംഗ് നോക്കാം. ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആര് കാരണമാണോ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞത്, ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധം ഇപ്പോൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ തമ്മിൽ ഒരുപാട് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. പരസ്പരം നിങ്ങളുടെ വ്യക്തിക്കും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ മറ്റാരോ കയറി പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വളരെയധികം വഴക്കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിപ്പിച്ചും വിശ്വാസമില്ലാത്തയും ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി പറയുന്നത് തേർഡ് പേഴ്സണിനും അംഗീകരിക്കാൻ പറ്റുന്നില്ല, തേർഡ് പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നേരത്തെയൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തള്ളി പറഞ്ഞിട്ട് തേർഡ് പേഴ്സണെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെ നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ തെറ്റാണ്. ഈ തേർഡ് പേഴ്സൺ പറയുന്നത് മാത്രമാണ് ശരി. തേർഡ് പേഴ്സണിനെ കുറേയൊക്കെ പുകഴ്ത്തി പറയുകയും നിങ്ങളെ എത്രത്തോളം തരം താഴ്ത്താവോ അത്രത്തോളം താഴ്ത്തി കെട്ടി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ പല കാര്യങ്ങളോടും യോജിക്കാൻ സാധിക്കാതെ വല്ലാത്ത ഒരു സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണ് മാത്രമല്ല, ഇത് തേർഡ് പേഴ്സണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഒന്നും മതിയാവുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു തേർഡ് പേഴ്സണിന്
നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ തേർഡ് പേഴ്സണിന് എത്രത്തോളം കൊടുത്താലും അവർക്ക് മതിയാവില്ല എന്നുള്ളൊരു സത്യം. നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഈ ഒരു തേർഡ് പേഴ്സണിന് വേണം. എന്തൊക്കെ എഫേർട്ട് ഇട്ടാലും എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി ചെയ്താലും ഈ ഒരു തേർഡ് പേഴ്സണിന് അതൊന്നും മതിയാവുന്നില്ല. സ്വന്തം സന്തോഷവും സുഖസൗകര്യങ്ങളും മാത്രമാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ വ്യക്തി അതിന് വേണ്ടിയിട്ട് തേർഡ് പേഴ്സൺ തള്ളി പറയാൻ പോലും മടിക്കാത്ത ഒരു സ്വഭാവമാണ് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ ഇൻസൾട്ട് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് രാത്രിയിൽ ഒട്ടും ഉറക്കമില്ല, ടെൻഷനാണ്. പല ദിവസങ്ങളിൽ ഈ നിങ്ങളുടെ വ്യക്തി ആണാവട്ടെ പെണ്ണാവട്ടെ പല ദിവസങ്ങളിൽ ആരും അറിയാതെ കരയുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവർക്കൊരു സ്വസ്ഥതയില്ല. നിങ്ങളെക്കുറിച്ചിട്ട് ഇവിടെ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ വ്യക്തിയെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ശരിക്കും അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പായിരുന്നു, നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നു എന്നൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിട്ടായിരുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വളരെ സ്നേഹത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരുപാട് തരം കുത്തിത്തിരിപ്പുണ്ടാക്കിയും ബ്ലാക്ക് മാജിക് ചെയ്തും ഒക്കെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു വിഷമാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കരയുന്നുണ്ട്. ആ കരയുന്നതിൻ്റെ ഒക്കെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു റീയൂണിയൻ വേണം. അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും നിങ്ങൾക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് തരുന്നതും അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റിനും മാപ്പ് നിങ്ങൾ കൊടുക്കുന്നതായിട്ട്, അതായത് അവർ നിങ്ങളോട് മാപ്പ് പറയുമ്പോൾ നിങ്ങൾ ആ മാപ്പ് സ്വീകരിക്കുകയും അവരോട് സ്നേഹമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയാൽ കൊള്ളാമെന്ന് നിങ്ങളുടെ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ലൈഫിൽ ഉണ്ടാകുമോ എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഇനി അറിയില്ല. അതൊക്കെ ഓർത്തിട്ട് സങ്കടം വരുന്നു. അവരുടെ ജീവിതം അവർ തന്നെയാണല്ലോ കൊണ്ടുവന്ന് തൊലച്ച് കളഞ്ഞത് എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു റിഗ്രറ്റ്, ഭയങ്കരമായിട്ട് റിഗ്രറ്റ്, ശരിക്കും ഒറ്റപ്പെടലാണ്. നിങ്ങളുടെ അടുത്ത് നേരത്തെ എന്താണോ ചെയ്തത് അതിന് ദൈവം ഇപ്പോൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പല കാര്യങ്ങൾ നിങ്ങളൊന്ന് തുറന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ ഉള്ളിലുള്ള വികാരങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അവഗണന മാത്രമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അവർ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ഉത്തരം എപ്പോഴും നിങ്ങൾ അവർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല. ഒന്ന് നിർത്താമോ, ഇതൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവുക, ഒന്നുകിൽ ചെവി പൊത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഷൗട്ട് ചെയ്യുക. നിങ്ങളെ ശരിക്കും നോവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ രാത്രി നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ലാതെ നിങ്ങളുടെ വ്യക്തി എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് കരഞ്ഞ് ഉറങ്ങിയ നാളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിനേക്കാൾ അപ്പുറം നഷ്ടബോധവും ഭയങ്കര വിഷമവും സ്വസ്ഥതയില്ലായ്മയും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനും മാനസിക സമ്മർദ്ദവും അതിൽ കൂടെ ഒക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഇപ്പോഴത്തെ ഈ ഒരു ലൈഫിൽ നിന്നും ഒരു ചേഞ്ചാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ചേഞ്ച് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ഒന്നുമില്ലാത്ത സ്വസ്ഥമായിട്ടുള്ളൊരു ലൈഫ് വേണം. നേരത്തെ പറഞ്ഞതുപോലെ അവർ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നു, അവർ ചെയ്തു പോയ തെറ്റിന് നിങ്ങളോട് മാപ്പ് പറയുന്നു, നിങ്ങൾ ആ തെറ്റുകളെല്ലാം ക്ഷമിക്കുന്നു. ആ ഒരു ചേഞ്ചാണ് അവർക്ക് വേണ്ടത്. അതായത് ഈ തേർഡ് പേഴ്സണിൽ നിന്നും എല്ലാതരം ബന്ധങ്ങളും ഉപേക്ഷിച്ച്, തേർഡ് പേഴ്സണെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അവർ തമ്മിൽ എന്ത് ബന്ധമാണെങ്കിലോ, അതിപ്പോൾ അച്ഛനമ്മ എന്നുള്ള രീതിയിലുള്ള ബന്ധമാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലുള്ള ബന്ധമാവാം, അല്ലെങ്കിൽ ഇൻലോസ് ആവാം, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് മനസ്സമാധാനത്തോടു കൂടി ഒന്ന് കിടന്നുറങ്ങണം. ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു രീതിയിലുള്ള സ്വസ്ഥതയും കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ വാക്കുകൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടിട്ടോ ഇതുവരെ ചതിച്ചിട്ടുമില്ല, നോവിച്ചിട്ടുമില്ല. നിങ്ങൾ അത്രയ്ക്ക് പരിശുദ്ധമായിട്ടായിരുന്നു ആ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചത്, കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒരിക്കലും അത് തകരാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കാനും നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയും
എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ അവർക്ക് നിങ്ങൾ എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട് തോന്നി. നിങ്ങൾ പറയുന്നത് തെറ്റ്, നിങ്ങൾ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നു, തേർഡ് പേഴ്സൺ ഒക്കെ പറയുന്നത് കേട്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നു, നിങ്ങളെ നോവിക്കുന്നു. കുറേ പേര് ഇവിടെ കുറേ പേരുടെ എനർജീസ് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് കാണുന്നത്. 2 കുട്ടികളൊക്കെ ഉള്ളൊരു ഫാമിലി ലൈഫ്. ഒരു ഘട്ടത്തിൽ ഈ ഒരു തേർഡ് പേഴ്സൺ മുഖേന നിങ്ങൾക്ക് ശാരീരികമായിട്ട് നിങ്ങളെ ആ ഒരു ഉപദ്രവം പോലും നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് രാത്രികളിൽ നിങ്ങൾ വേദന കൊണ്ട്, അത് മാനസിക വേദനയും ശാരീരിക വേദനയൊക്കെ കൊണ്ടിട്ട് നിങ്ങൾ ഉറക്കമില്ലാണ്ടിരുന്നിട്ടുണ്ട്. കരഞ്ഞ് നേരം വെളുപ്പിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു വലിയൊരു പ്രശ്നമാണ് ഉണ്ടായത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടായി. പക്ഷെ നിങ്ങളിപ്പം റിക്കവറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ ഒരു വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ളൊരു വിശ്വാസം. നിങ്ങൾ റിക്കവറായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ദ്രോഹം ചെയ്തത്, അത് ദ്രോഹം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ഒരു ദ്രോഹം ചെയ്തത് നിങ്ങളുടെ വ്യക്തി മാത്രമല്ല, ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്. തേർഡ് പേഴ്സണിനകത്ത് നല്ല രീതിയിലുള്ള ഒരു പങ്കുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെ മാത്രമല്ല തേർഡ് പേഴ്സണിനെ ശിക്ഷിക്കും. 2 പേരെ ഒരേപോലെയാണ് ശിക്ഷിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കൂടുതൽ ശിക്ഷ ഒരുപക്ഷെ ഈ ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒരു ഇരുണ്ട ഒരു ജീവിതമായി മാറാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കേണ്ടി വരും, ഒരുപാട് ദുഃഖങ്ങൾ അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പേഴ്സണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം അവരുടെ ജീവിതത്തിലുണ്ടാകും. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിനെ പല രീതിയിലുള്ള ആഭിചാരം അല്ലെങ്കിൽ ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക്ക്, ശാപങ്ങൾ, ഇതെല്ലാം കൊണ്ടിട്ടാണ് നിങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധത്തിനെ പിരിച്ചത് എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ മരണം വരെ അവർക്ക് ഒരു സ്വസ്ഥതയെ യൂണിവേഴ്സ് കൊടുക്കില്ല എന്ന് തന്നെ ഇവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാക്കി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഡിവോഴ്സ്ഡായി, സെപ്പറേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ കോടതിയിൽ. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരക്കി വരും. അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി, ആരൊക്കെ ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയും. നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടാകും. എന്തായാലും ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു എനർജി എടുത്തപ്പോഴത്തേക്ക് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരു തുടക്കം തന്നെ ലൈഫിലുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു സമയമാവുന്നുണ്ട്. നിങ്ങൾ ഇത്രയേറെ സഹിച്ച് ക്ഷമിച്ചു, ഒരുപാട് സഫർ ചെയ്തു. യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പം നിങ്ങൾക്കൊരു നെഗറ്റീവ് ചിന്ത വരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുക, യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് എന്തോ അതിമനോഹരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ എന്തോ കരുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ പറയുക. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങളെ കാത്ത് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കേട്ടോ. യൂണിവേഴ്സ് നിങ്ങൾക്കത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോൾ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് അയയ്ക്കുക. എത്ര പേരുണ്ട് എന്ന് നോക്കട്ടെ. അതിനനുസരിച്ചൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഹീലിംഗ് ക്ലാസ് എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ച് വെച്ച് നല്ല പവർഫുള്ളായിട്ടുള്ള ബ്രേസ്ലെറ്റാണ് നിങ്ങൾക്ക് തയ്യാറാക്കി നൽകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജീസിനെയും നിങ്ങളുടെ ശത്രുക്കളെയും എല്ലാം ഇവരൊക്കെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏലസും തയ്യാറാക്കി നൽകുന്നതാണ്. നിങ്ങൾക്ക് ഇത്രയൊക്കെ പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക.
നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും കൃത്യമായി അത് പരിഹരിച്ച് തരുന്നതുമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലാക്ക് മാജിക് കൊണ്ടിട്ടാണ് നിങ്ങൾ ഇത്രയേറെ പ്രശ്നം അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടും അതിനൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിഹാരം ചെയ്തു തരുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പ്രശ്ന പരിഹാരത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഒരു റിച്വൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞല്ലോ, അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഫോണൊന്നും എടുക്കാൻ പാടില്ല. ഫോണൊക്കെ നിങ്ങൾ ഉപയോഗം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നുണ്ടല്ലോ, അതിന് മുന്നേ ആയിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, അതായത് ഈ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നതിന് പകരം ഞാൻ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് പറയുക, മെൻഷൻ ചെയ്യുക. ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇതിങ്ങനെ മനസ്സിൽ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങ് ഉറങ്ങുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇത് ഡെയിലി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫോൺ എടുക്കരുത്. അപ്പം നിങ്ങൾ ഉറങ്ങിയേ ചെയ്യാവുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന് ഉറങ്ങുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസ് ആയി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.